ഗൈസ്, സോ നിങ്ങളുടെ ക്ലാസ് 10ൽ ഇപ്രാവശ്യം ഉണ്ടാവാൻ പോകുന്ന മേജർ ആയിട്ടുള്ള 3 ചേഞ്ചസ് ആണ് മിസ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യും, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ 3 മേജർ ചേഞ്ചസിൽ ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് OSM വാല്യുവേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതുവരെയുള്ള പോലല്ല, ഇനി നിങ്ങളുടെ വാല്യുവേഷൻ പാറ്റേൺ മാറുകയാണ്. OSM വാല്യുവേഷൻ വരെയാണ്. കഴിഞ്ഞ 12th ബാച്ചിൽ ഈ ഒരു സിസ്റ്റം ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ പേപ്പേഴ്സ് ഇനി വാല്യൂറ്റ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റലി ആയിരിക്കും, ഡിജിറ്റൽ സ്ക്രീനിൽ വെച്ചിട്ട് ആയിരിക്കും വാല്യൂറ്റ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ഈ ഒരു 12th ബാച്ചിൽ ഇതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ എഴുതിയ പോലെ മാർക്ക് കിട്ടിയില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ട് അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു OSM വാല്യുവേഷനിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 50% കോമ്പിറ്റൻസി ക്വസ്റ്റ്യൻസ് ആണ്. അതായത് പല കുട്ടികൾക്കും ഉള്ള പ്രശ്നമാണ്, നമ്മൾ ഏത് സാധനം കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ അത് ഭയങ്കരമായിട്ട് ബൈഹാർട്ട് ചെയ്തിട്ട് നേരെ അവിടെ പോയിട്ട് ആൻസർ എഴുതും. ഇനി ഈ ഒരു ബൈഹാർട്ട് ചെയ്യുന്ന പരിപാടി നടക്കുകയില്ല. ബിക്കോസ് 50% കോമ്പിറ്റൻസി ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിങ്ങളുടെ നോളജ് മെഷർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക. നേരെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ അത് നേരെ ഇവിടെ വന്ന് ചോദിക്കില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടി നിങ്ങൾക്ക് ചിന്തിച്ച് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ ടീച്ചർ എന്താണോ പറയുന്നത് അത് നിങ്ങൾ വെറുതെ കാണാതെ പഠിക്കാതെ നിങ്ങൾ അതിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, എന്താണ് ഈ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു 50% ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പകുതി മാർക്ക് കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് കാര്യമല്ല, നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ പറഞ്ഞത് അതിൻ്റെ ഉള്ളിലേക്ക് എന്താണ് അവരുദ്ദേശിച്ചതെന്ന്, കവി ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഇപ്പം ബൈഹാർട്ട് ചെയ്യട്ടെ, പിന്നെ കോൺസെപ്റ്റ് പഠിക്കാമല്ലോ, ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും എക്സാമിൽ ഞാനൊന്ന് യൂണിറ്റ് ടെസ്റ്റിലൊക്കെ ഞാനൊന്ന് പാസ്സാവട്ടെ, ബാക്കി പിന്നെ നോക്കാമെന്ന് വിചാരിച്ചാൽ കയ്യിൽ നിന്ന് പോകണം. പിന്നെ അടുത്തതാണ് നിങ്ങളുടെ മേജർ ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് 33% പാസ് മാർക്ക് വേണം. നിങ്ങൾ വിചാരിക്കും പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, 33% ആയിരുന്നല്ലോ പാസ് മാർക്ക്. പക്ഷേ നിങ്ങൾക്ക് പണ്ട് എന്ന് പറയുന്നത് ഓവറോൾ ആയിരുന്നു 33%. അതായത് ഇൻറ്റേർണൽ പ്ലസ് തിയറിക്കായിരുന്നു നമുക്ക് 33% വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത് പണ്ട്. അതായത് ഇൻറ്റേർണൽ നമുക്കറിയാം 20ലാണ് ഉണ്ടാവുക, ആൻഡ് നമുക്ക് തിയറി പേപ്പർ 80ലാണെങ്കിൽ നമുക്ക് ഇതിൽ രണ്ടിലും കൂടി 33% മതി. ഇത് ടോട്ടൽ 100ലാണെങ്കിൽ ഇതിൽ 20 എന്തായാലും ഇൻറ്റേർണൽ മിക്കവാറും കിട്ടും. നമുക്കറിയാം 20 ഒരു 19, 18 എങ്കിലും നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ സ്കോർ ചെയ്യും. എന്തായാലും ടീച്ചർ നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ തിയറി പേപ്പറിൽ 100ൽ 33% എന്ന് പറഞ്ഞാൽ 33 മാർക്ക് മതി. ഇവിടെ 20 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വെറും 13 മാർക്ക് മാത്രം സ്കോർ ചെയ്താൽ മതിയായിരുന്നു നിങ്ങൾ ഇതിലൊന്ന് പാസ്സാവണമെങ്കിൽ. പക്ഷേ ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വരാൻ പോകുന്നത് ഇൻറ്റേർണലിലും നിങ്ങൾക്ക് 33% വേണം, അതുപോലെ തിയറിയിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് 33% വേണം. അതായത് ഇൻറ്റേർണലിൽ 33% എന്ന് പറഞ്ഞാൽ ഒരു അറൗണ്ട് 7 മാർക്ക്, 20ൽ 7 മാർക്കൊക്കെ സ്കോർ ചെയ്താൽ മതിയാവും. ഇനി തിയറിയിൽ 33% എന്ന് പറഞ്ഞാൽ അറൗണ്ട് 27 മാർക്കൊക്കെ 80ൽ നിങ്ങൾ സ്കോർ ചെയ്യേണ്ടി വരും. അതായത് നിങ്ങൾ ഈ ഒരു ചേഞ്ച് ആലോചിക്കുക, 13 മാർക്ക് പാസ് മാർക്ക് വേണ്ടെടുത്ത് ഇപ്പോൾ ഉള്ളത് 27 മാർക്കാണ് നിങ്ങൾക്ക് പാസ് മാർക്കായിട്ട് ഇപ്പം വരുന്നത്. അപ്പോൾ ഇത് വലിയൊരു ചേഞ്ച് തന്നെയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, കറക്റ്റായിട്ട് ആൻസർ എഴുതാൻ നോക്കുക. ഡിജിറ്റലിയാണ് വാല്യൂറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ പാസ് മാർക്ക് മാറിയിട്ടുണ്ട്. നമ്മളുടെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഒരു സാധനം മാത്രം പഠിച്ച് അവിടെ ഇരുന്നാൽ പോരാ, എല്ലാം ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓൾസോ നിങ്ങൾക്ക് ഇതെല്ലാം പഠിക്കാൻ നിങ്ങൾക്ക് ഒരു കൂടെ ഒരാൾ ആവശ്യമുണ്ട് എങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ട്, ഞങ്ങൾ കൂടുതലൊന്നും ഞങ്ങളെ ബാച്ചിനെ കുറിച്ചിട്ട് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യണം, ഈ ബാച്ച് എന്ന് പറഞ്ഞ് ഈ ഒരു ചാനൽ ഞങ്ങൾ വീഡിയോ ആയിട്ട് വരല്ല. പക്ഷേ ഈ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ വലിയൊരു ചേഞ്ചസ് ആണ്, ഈ 3 ചേഞ്ചസും നിങ്ങളുടെ CBSEയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു CBSEയിൽ നിങ്ങൾക്ക് ഈ ഒരു വലിയ ചേഞ്ച് തന്നെ നിങ്ങൾക്ക് നേരിടണം എന്നുണ്ടെങ്കിൽ പല കുട്ടികൾക്കും ഒരു ഹെൽപ്പ് പോലെ ഒരാൾ ആവശ്യം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എജ്യൂപോർട്ട് നിങ്ങൾക്ക് സൂപ്പർ ബാച്ച് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൂപ്പർ ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മെൻറ്റർ തന്നെയാണ് കേട്ടോ. അതായത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് എവിടെ എത്തി പഠിച്ചു കഴിഞ്ഞോ എന്ന് ചോദിക്കാൻ ഒരാളുണ്ടാവും. നിങ്ങൾക്ക് പല സ്ഥലത്തും നിങ്ങൾ ഓൺലൈൻ ബാച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇവിടെ ഒന്നും നിങ്ങൾക്ക് കയ്യിലെത്തി, ബാക്കി ആരും ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നുണ്ടാവില്ല, നമ്മളെ ബന്ധം അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ എന്ന് ഇവിടെ ജോയിൻ ചെയ്തോ, ഈ ഒരു എജ്യൂപോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റേറ്റിലെ കുട്ടികളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ
എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും, പഠിച്ചിട്ടുണ്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെൻറ്ററിനെ ആക്കിയിട്ടുള്ളത്. ഓരോ കുട്ടികൾക്കും സെപ്പറേറ്റ് മെൻറ്റർ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കും, പഠിച്ചിട്ടുണ്ടോ, ഈ ഭാഗം ക്ലിയർ ആയോ, ഈ ഭാഗം ക്ലിയർ ആയോ, ഈ ഭാഗം പഠിക്കണം കേട്ടോ, അങ്ങനെ പറഞ്ഞ് കൊണ്ടടക്കാൻ CBSEക്ക് ഞാൻ എടുത്തു പറയുകയാണ്, അത്രയും അടിപൊളി മെൻറ്റേഴ്സാണ് ഞങ്ങളുടെ ഉള്ളത്. ഞാൻ ഇപ്പോഴും ഒരു മീറ്റിംഗ് വെച്ചപ്പോൾ മെൻറ്റേഴ്സ് പറഞ്ഞത്, എൻ്റെ ഇതിലുള്ള അണ്ടറിലുള്ള കുട്ടിക്ക് ഈ ഭാഗത്ത് ഈ ഒരു പ്രശ്നമുണ്ട്, ഈ കുട്ടിക്ക് കൂടുതൽ നേരം ഇവിടെ പഠിക്കാൻ പറ്റുന്നില്ല, അത്രയും ഇൻഡിവിജ്വലായിട്ട് അറ്റൻഷൻ കൊടുത്തുകൊണ്ടാണ് ഇത് പോകുന്നത്. ഓൾസോ നമ്മളുടെ റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ട്, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയണമെന്ന് പറഞ്ഞല്ലോ, ആ കോൺസെപ്റ്റ് നിങ്ങൾ കഴിഞ്ഞ 9 കൊല്ലമായിട്ട് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതും പഠിപ്പിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. ബിക്കോസ് നിങ്ങൾക്കായിട്ട് മാത്സ് ബേസിക്, ഇംഗ്ലീഷ് ബേസിക്സ് ആൻഡ് ഹിന്ദി ബേസിക്സ് ഞങ്ങൾ തരാൻ പോവാണ്. ഓൾസോ ക്ലബ്ബുകളും ഞങ്ങൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതായത് ഇംഗ്ലീഷിനും ഹിന്ദിക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ക്ലബ്ബ്, അതായത് നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജുകളിലൂടെ ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ആപ്പ് ഞങ്ങളിപ്പം 12,999 ബാച്ച് 9999, അതായത് 9,999 റുപ്പീസിനാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ ചെറിയൊരു ആഗ്രഹമുണ്ട്, ഞാനിവിടെ ചേരണം എന്ന് കുഞ്ഞാഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ പോരെ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്ന് ചെറിയൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യെങ്കിലും ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് രജിസ്ട്രേഷൻ ലിങ്ക് കാണും. അപ്പോൾ അതിലൊന്ന് രജിസ്റ്റർ ചെയ്തിടാം. രജിസ്റ്റർ ചെയ്തിട്ടാൽ ഞങ്ങൾ ഇവിടുന്ന് കോൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓക്കെയാണ്, എല്ലാ ഫീച്ചേഴ്സും അടിപൊളിയാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇങ്ങോട്ട് പോരെ. ബാക്കി ഈ ഒരു ക്ലാസ് 10 ഫുൾ A1 നിങ്ങൾക്ക് വാങ്ങിത്തരുന്ന കാര്യം ഞങ്ങളേറ്റ്. അതുപോലെ തന്നെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ മറക്കണ്ട, ഈ ഒരു മേജർ ചേഞ്ചസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. ഓൾസോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സോ മറ്റൊരു വീഡിയോവുമായി കാണാം. അതുവരേക്കും ബൈ.